അള്ളാഹു ആ മലക്കുകളോട് കൽപ്പിച്ച കാര്യങ്ങളല്ലാതെ വേറൊന്നും അവർ പ്രവർത്തിക്കാറില്ല. അവർ അള്ളാഹുവിന് എതിര് പ്രവർത്തിക്കാത്തവരാണ്. അവർ അള്ളാഹു പറയുന്നതനുസരിക്കുന്നവരാണ്. ഒരു നിമിഷം പോലും പാഴാകാതെ ജനനം മുതൽ മരണം വരെ പടച്ച റബ്ബിനെ നന്ദി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് അള്ളാഹുവിന്റെ മലക്കുകളെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ ഈ വഅദിന്റെ സദസ്സിന്റെ ചുറ്റുഭാഗം മുഴുവനും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാര് ഇവിടെ വലയം ചെയ്തിരിക്കുകയാണ്. അവര് നമുക്ക് വേണ്ടി നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ അള്ളാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളെ കുറിച്ച് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, വൽ മലായികതു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയസ്തഗ്ഫിറൂന ലിമൻ ഫിൽ അർള് അലാ ഇന്നല്ലാഹ ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാണ്, ജനനം മുതൽ മരണം വരെ പടച്ചവനെ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഉറങ്ങാതെ 24 മണിക്കൂറും അള്ളാഹു തന്ന നാവ് കൊണ്ട് നല്ലതല്ലാതെ ഒന്നും ചെയ്യാത്ത റബ്ബിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകളെ കുറിച്ച് അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പരിചയപ്പെടുത്തുകയാ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവര്, നിങ്ങളിൽ ചില ആൾക്കാർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അള്ളാഹുവിന്റെ ഖുർആനാ പറയുന്നത്, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന എന്റെ ഉപ്പമാരന്റെ ഉമ്മമാരന്റെ ചെറുപ്പക്കാരന്റെ പെങ്ങള്, നിങ്ങളിൽ ചിലർക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ മലക്കുകൾക്ക് നല്ല പരിചയമാണ്, മലക്കുകൾക്ക് നിങ്ങളെ വല്ലാത്ത പരിചയമാണ്. ഈ നാട്ടുകാർക്ക് നിന്നെ അറിയില്ലെങ്കിലും നിന്റെ കുടുംബക്കാർക്ക് നിന്നെ അറിയില്ലെങ്കിലും അള്ളാഹുവിന്റെ മലക്കുകൾക്ക് വല്ലാത്ത പരിചയമാണ്. ഏഴാകാശത്തിലുള്ള മലക്കുകൾക്ക് നിന്നെ വല്ലാത്ത പരിചയമാ. മലക്കുകൾ നിങ്ങളിൽ ചിലർക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരുമ്പോ മലക്കുകൾക്ക് പരിചയമുള്ള വീടേതാണ്, മലക്കുകൾക്ക് പരിചയമുള്ള മനുഷ്യനാരാണ്, അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന മഹാനാരാ. അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ചില പെണ്ണുങ്ങളുണ്ട്, അവർക്ക് വേണ്ടി 24 മണിക്കൂറും അള്ളാഹുവിന്റെ മലക്കുകൾ എവിടെന്ന് ദുആ ചെയ്യുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആരാണ് നബിയെ, ആരാണ് നബിയെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, മലക്കുകൾക്ക് പരിചയമുള്ള ആ ഭാഗ്യവാന്മാരാരാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ, ചില നന്മകൾ ആര് ചെയ്യുന്നുണ്ടോ, ഈ പറഞ്ഞു തരുന്ന സൽക്കർമ്മമുണ്ടല്ലോ, ഈ സൽക്കർമ്മം നിങ്ങളിൽ ആരാണോ അള്ളാഹു തന്ന ഈ ജീവിതത്തിൽ ചെയ്യുന്നത്, ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ ഈ ചെറിയ ഒരു ജീവിതമുണ്ടല്ലോ, ഈ ചെറിയ ജീവിതത്തിൽ ആരാണോ ഈ നന്മ ചെയ്യുന്നത്, ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ ചെയ്താൽ അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സദസ്സിലിരിക്കണ വാപ്പ, നിന്നെ കുറിച്ച് ഈ നാട്ടുകാർ ചോദിച്ചാൽ എത്ര പേര് നിന്നെ അറിയാന്ന് പറയും? ഈ നാട്ടുകാരനായ നിന്നെക്കുറിച്ച് ഈ നാട്ടുകാരോട് ചോദിച്ച പലർക്കും അബൂബക്കറോ, അത് ആരാപ്പ, പള്ളിയുടെ പ്രസിഡന്റ് ആണോ, അങ്ങനെയൊക്കെ ആണെങ്കിൽ അറിയും. അല്ലാതെ നിന്നെക്കുറിച്ച് ചോദിച്ച ചിലപ്പോൾ നിന്റെ കുടുംബക്കാർക്ക് പോലും നിന്നെ അറിയത്തില്ല. എന്റെ പെങ്ങളെ ആയിഷ ആരാന്ന് വെച്ചാൽ ഏത് ആയിഷ എന്ന് ചോദിക്കും. അള്ളാന്റെ റസൂലിന്റെ ഭാര്യ ആയിഷാനെ മാത്രമേ പെണ്ണുങ്ങൾക്ക് അറിയത്തുള്ളൂ. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന ചില ആൾക്കാരെ അള്ളാന്റെ മലക്കുകൾക്കറിയാം. അള്ളാന്റെ ഏത് മലക്കിനോട് ചോദിച്ചാലും നിന്റെ പേര് പറയും. അള്ളാന്റെ മലക്കുകൾ ഇഷ്ടപ്പെടുന്ന, അള്ളാന്റെ മലക്കുകൾക്ക് പരിചയമുള്ള, അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ചില ആൾക്കാർ ഈ സദസ്സിലിരിപ്പുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ ആ കൂട്ടത്തിൽ പേരുണ്ടോ എന്ന് നോക്കാം നമുക്ക്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ നമ്മളുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു. കാരണം മലക്കുകൾ ആരെന്നറിയുമോ?
ഒരു മലക്ക് ദുആ ചെയ്താൽ മതി ഈ ലോകത്തുള്ള സർവ്വരും രക്ഷപ്പെടാൻ. ഒരു മലക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തന്നെ ഈ ലോകത്തുള്ള സർവ്വരും രക്ഷപ്പെടും. അപ്പൊ അള്ളാന്റെ മലക്കുകൾ, ലക്ഷക്കണക്കിന് മലക്കുകൾ ദുആ ചെയ്യുന്ന വിഭാഗത്തിൽ പെടാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടില്ലേ? അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അള്ളാഹു അക്കൂട്ടത്തിന് നമ്മളെ പെടുത്തുമാറാകട്ടെ. അപ്പൊ അവിടെ ഇപ്പൊ വോട്ടുപട്ടിക ആധാറുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള തിരക്കില്ല എല്ലാവരും. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ വലിയ ചർച്ച. ആധാറുമായി അതൊക്കെ പോകട്ടെ. മലക്കുകൾ ഇഷ്ടപ്പെടുന്ന, മലക്കുകൾ സ്നേഹിക്കുന്ന, മലക്കുകൾക്ക് പരിചയമുള്ള അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്ന ലിസ്റ്റിൽ നമ്മുടെ പേരുണ്ടോ എന്ന് നോക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒന്ന് നോക്കിക്കൂടെ? ഒരു ഇൻഷാ അല്ലാഹ് പറ മനുഷ്യന്മാരെ, നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ ഞാൻ എന്തോ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചു, ഞാൻ പൈസ വാങ്ങിച്ചിട്ട് മുങ്ങി നടന്നിട്ട് ഇപ്പോഴാണ് ഇവനെ കൈ കിട്ടിയെന്നുള്ളൊരു പ്രതീകരണം. നിങ്ങൾ കുറേ കാലങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അതിനും കൊടി പൊക്കണ പോലെ പൊക്കണേ. ആലോചിക്കുക, പൊക്കണോ വേണ്ടോ? എന്നിട്ടാ ചങ്ങാതി അല്ല ആരെന്നറിയോ? ചാവാൻ കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തതിൻ്റെ പേര് അല്ല ഒരു പെണ്ണിന് സ്വർഗം കൊടുത്തെന്ന. റോഡിൽ കിടക്കണ ഒരു കല്ലെടുത്ത് മാറ്റി അവന് സ്വർഗം ഉണ്ടെന്ന. ചിലപ്പോൾ ഈ കൈപൊക്കിയതിൻ്റെ പേരിലായിരിക്കും അല്ല സ്വർഗം തരുന്നത്. ആഗ്രഹമുള്ളവരൊക്കെ കൈപൊക്ക്. അരക്കയ്യന്മാരെ ഒന്നും അല്ല അവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ ഫുൾ കൈയും പൊക്കണം. കൈ പൊക്കി കഴിഞ്ഞല്ലോ. അള്ളാഹുവെ, ആരെല്ലാം ഈ മജ്ലിസിൽ ഇരുന്ന് കൈപൊക്കിയോ അല്ലാ, നീ അവർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരു നന്മ ചെയ്തില്ലെങ്കിലും നിന്റെ സ്വർഗത്തെ ഇഷ്ടപ്പെട്ടതിന് പകരമെങ്കിലും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, വലത് കൈകൊണ്ട് അള്ളാഹുവെ മരിക്കുന്ന സമയം സ്വർഗം കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഈ കൈപൊക്കിയവരെ നീ പെടുത്തണേ പടച്ചവനെ. ഈ ഉയർത്തിയ കൈകൊണ്ട് നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഈ കൈ പൊക്കിയവർക്ക് നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. കൈ പൊക്കാത്തവന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. കൈ പൊക്കാത്തവന് അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. ഓനോട് ഞാൻ പൈസ ഒന്നും ചോദിച്ചില്ലല്ലോ. എടാ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൈവെക്കാനാ പറഞ്ഞ. അതിന് പോലും മനസ്സില്ലാത്തവൻ ഓനെ ഞാൻ എന്താ പറയുക? അള്ളാഹു അവനെ ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഇനി പറ, സ്വർഗത്തിൽ പോണോ? ഒന്ന് കൈവെക്കിക്കേ. ഉണ്ടാ, ഇപ്പൊ പൊങ്ങിയത് കണ്ടാ? നേരത്തെ പൊങ്ങാത്ത പല കൈ ഇപ്പോഴും പൊങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ആദ്യം പൊക്കിയിരുന്നെങ്കിൽ എന്നെ കൊണ്ട് ഇത്രയും പറയിക്കണമായിരുന്നു. പക്ഷെ അതൊരു 3 സ്വലാത്ത് പറഞ്ഞ സ്വല്ലല്ലാഹു. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ കുറച്ചു നേരം നിൽക്കട്ടോ കേട്ടോ. കാലി കഴിക്കും ബൈക്കിന്റെ മുകളിൽ ഇരുന്നോണം ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന VVIP-കളാരാ? അള്ളാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടും. നമ്മളിങ്ങനെ വിചാരിക്കും പടച്ചവനെ പള്ളി കെട്ടിക്കൊടുത്തവനായിരിക്കും, ഹജ്ജ് ചെയ്തവനായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ വലിയ പുണ്യകർമ്മങ്ങൾ ചെയ്തവർക്ക് വേണ്ടിയായിരിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നത് എന്ന് നമ്മൾ കരുതാം. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ആർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് 1-ാമത്തെ വിഭാഗത്തെ കുറിച്ച് പറയുകയാ. ആർക്ക് വേണ്ടിയാണ് അള്ളാഹുവിന്റെ മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം വയുഅ്മിനൂന ബിഹി വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മ വഇൽമൻ ഫഗ്ഫിർ ലില്ലദീന താബൂ واتبعوا سبيلك وقهم عذاب الجحيم ربنا وأدخلهم الجنة عدن التي وعدتهم ومن صلح من آبائهم وأزواجهم وذرياتهم إنك أنت العزيز الحكيم
അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ കോടാനുകോടി മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന സാധാരണ മലക്കുകളല്ല, അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗം ചുറ്റുന്ന മലക്കുകളുണ്ടല്ലോ, അവരാണ് വിവിഐപികളായ മലക്കുകള്, ഉയർന്ന പദവിയിലുള്ള മലക്കുകള്. അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. ആർക്ക് വേണ്ടിയാണ് ദുആ ചെയ്യുന്നതെന്നറിയുമോ? നിസ്കരിക്കുന്നവർക്ക് വേണ്ടിയല്ല, ഖുർആൻ ഓതുന്നവർക്ക് വേണ്ടിയല്ല, പള്ളി കെട്ടിക്കൊടുത്തവർക്ക് വേണ്ടിയല്ല, ഹജ്ജ് ചെയ്തവന് വേണ്ടിയല്ല. പിന്നെ ആർക്ക് വേണ്ടിയെന്നറിയുവോ? ഈ ദുനിയാവിലെ ജീവിതത്തിൽ ഒരു പാപം ചെയ്തു പോയി, പടച്ചവനെ ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിലൂടെ നടക്കുന്ന സമയത്ത് സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽ വഴങ്ങിയിട്ട് പടച്ചവനെ എന്തെങ്കിലും ഒരു പാപം ചെയ്തു പോയി. ആ ചെയ്തു പോയ പാപം പടച്ച റബ്ബിന്റെ മുന്നിൽ അല്ലാ, കള്ളു കുടിച്ചു പോയി റബ്ബേ, വ്യഭിചരിച്ചു പോയി റബ്ബേ, പലിശ തിന്നു പോയി റബ്ബേ, നിന്നെ മറന്നുകൊണ്ട് ജീവിച്ചു പോയി റബ്ബേ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞാൽ, ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റ് റബ്ബിന്റെ മുന്നിലേക്ക് ആരെങ്കിലും ഏറ്റുപറഞ്ഞാൽ, പടച്ചവനെ സംഭവിച്ചു പോയി റബ്ബ് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയ അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കള്ളു കുടിച്ചവൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്, വ്യഭിചരിച്ചവൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പറ്റിപ്പോയി തമ്പുരാനെ, പറ്റിപ്പോയി തമ്പുരാനെ, എനിക്ക് നീ പുറത്തു തരണേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ, ആ സമയത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ അല്ലാ. നിന്റെ ഭയാനകമായ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവന് പുറത്തു കൊടുക്കണം നമ്പുരാന്, ഇവൻ ചെയ്തു പോയ പാപം നിന്റെ മുന്നിൽ ഏറ്റുപറഞ്ഞിട്ട് നന്നാകുന്നവനാണ്. ഇവന്റെ പാപം പുറത്തു കൊടുക്കണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും ഒഴുകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് ഇവനെ കടത്തി വിടണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നത് ആരെന്നറിയുവോ? അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് സ്വർഗം കിട്ടാൻ, റബ്ബ് നിനക്ക് പുറത്തു തരാൻ, അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയുവോ? ആ മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാ വമന സ്വലഹ മിൻ ആബാഇഹിം, അല്ലാഹുവേ ഇവന് മാത്രം കൊടുത്താ പോരാ, ഇവനെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, ഇവനെ മാത്രം സ്വർഗത്തിലേക്ക് കടത്തിവിട്ടാ പോരാ. പടച്ചവനെ, ഇവന് ജന്മം കൊടുത്തവര് വാപ്പയുണ്ട് പടച്ചവര്, ഇവന് വേണ്ടി ജീവിച്ചവര് പിതാവുണ്ട് റബ്ബേ. 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച് ഇവനെ പാല് കൊടുത്ത് വളർത്തിയ ഒരു ഉമ്മയുണ്ട് റബ്ബേ. ഇവന്റെ മാതാപിതാക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെന്ന് പറയുകയാ, നിനക്കു മാത്രമല്ല നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം കിട്ടാൻ, നിന്റെ മാതാപിതാക്കൾക്കും സ്വർഗം കിട്ടാൻ അല്ലാഹുവിന്റെ മലക്കുകൾ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. എന്നിട്ട് ആ മലക്കുകൾ പറയുന്നു, നാഥാ
വമൻ സലക മിൻ ആബായിഹിം വഅസ്വാജിഹിം അല്ലാഹ്. ഇവന്റെ ദുഃഖത്തിലും ഇവന്റെ സന്തോഷത്തിലും ഇവന്റെ കൂടെ നിൽക്കുന്ന ഇവന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനും നീ സ്വർഗം കൊടുക്കണം തമ്പുരാന്, ഇവന്റെ ഭാര്യയ്ക്കും സ്വർഗം കൊടുക്കണം തമ്പുരാന്. എന്നിട്ട് മലക്കുകൾ പറയുന്നു, അല്ലാഹ് ഇവന്റെ രക്തത്തിൽ പറന്ന ഇവന്റെ മക്കളുണ്ടല്ലോ, ആ മക്കൾക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല പറയുന്നത്, ജീവിതത്തിൽ ചെയ്തു പോയ ഒരു പാപം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ്. അല്ലാഹുവിന്റെ അർശിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ പടച്ചവനോട് പറയുന്നു, അല്ലാഹ് ഇവനെയും ഇവന്റെ ഭാര്യയെയും ഇവന്റെ മക്കളെയും ഇവന്റെ മാതാപിതാക്കളെയും കുടുംബസമേതം നീ സ്വർഗത്തിലേക്ക് കടത്തണേ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, മലക്കുകൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ ഇവന് നീ പുറത്തു കൊടുക്കണം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയി, ആ തെറ്റ് അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറയുന്നവന് വേണ്ടി മലക്കുകൾ അല്ലാഹുവിനോട് പറയുകയാ, ഇവന് പുറത്തു കൊടുക്കണം, ഇവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം, ഇവന് സ്വർഗം കൊടുക്കണം. ഇവന് മാത്രം പോരാ, ഇവനൊരു വാപ്പയുണ്ട്, ഒരു ഉമ്മയുണ്ട്, അവർക്കും കൊടുക്കണം. ഇവനൊരു ഭാര്യയുണ്ട്, അവൾക്കും കൊടുക്കണം. ഇവന്റെ രക്തത്തിൽ പിറന്ന മക്കളുണ്ട്, ആ മക്കൾക്കും എന്ന് പറഞ്ഞാൽ കുടുംബസമേതം ഇവരെ സ്വർഗത്തിലേക്ക് കടത്തിവിടണേ എന്ന് അള്ളാഹുവിൻ്റെ മലക്കുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്ത് ചെയ്തതിൻ്റെ പേരില? ഒരു തെറ്റ് അള്ളാഹിനോട് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ, ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പിഴവ് അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ഏറ്റുപറഞ്ഞതിൻ്റെ പേരിൽ, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയതിൻ്റെ പേരിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് അതിനു പോലും മടിയാ. അള്ളാഹിനോട് ചെയ്ത പാപം, അല്ല ഞാൻ കള്ളുകുടിച്ചല്ല, ഞാൻ വ്യഭിചരിച്ചല്ല, റബ്ബേ നീ അള്ളാഹിനോടല്ലേ പറയേണ്ടത്. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു പാപം പോലും അള്ളാഹുവിനോട് പറയാൻ നമുക്ക് മടിയാ, ദുആ ചെയ്യാൻ തന്നെ മടിയാ. ഉസ്താദന്മാരോട് ചോദിക്കുക, എന്തിനാ ഇങ്ങനെ ദുആ ചെയ്യണേ? പ്രസംഗത്തിന് മുമ്പ് ദുആ, പ്രസംഗം കഴിഞ്ഞ് ദുആ, നിസ്കാരം കഴിഞ്ഞ് ദുആ, മരണ വീട്ടിൽ ദുആ, ഖബറിന്റെ അവിടെ ദുആ, എവിടെ നോക്കിയാലും ദുആ. എന്തിനാ ദുആ ചെയ്യണേ? എടാ പൊന്നാര ചങ്ങാതി, നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഉസ്താദന്മാരുടെ പോക്കറ്റ് നിറയ്ക്കാനല്ല നിന്നോട് ദുആ ചെയ്യാൻ പറയുന്നത്. ഒരാൾ ദുആ ചെയ്താൽ അവന്റെ ശബ്ദം പോലും മലക്കുകൾക്കറിയാം. ഞാൻ ദുആ ചെയ്യുന്നവനാണെങ്കിൽ എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കിനറിയാം. ഞാൻ ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് മലക്കുകൾ പറയും, പടച്ചവനെ സിറാജ് ദുആ ചെയ്യുന്ന റബ്ബെ സ്വീകരിക്കണേ അല്ലാഹ്. മലക്കിന് പോലും എന്റെ ശബ്ദം അറിയാം. നിത്യമായി ദുആ ചെയ്യുന്നവന്റെ ശബ്ദം പോലും അള്ളാന്റെ മലക്കുകൾക്ക് പരിചയമുണ്ടാകും. നീ വേണമെങ്കിൽ ചെയ്യ്, നീ ചെയ്താൽ നിന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് പരിചയമുണ്ട്. മലക്കുകൾ അള്ളാഹുവിനോട് പറയും, പുറത്തു കൊടുക്ക റബ്ബേ, സ്വീകരിക്ക റബ്ബേ, കരുണ കാണിക്ക റബ്ബേ, സ്വർഗം കൊടുക്ക റബ്ബേ എന്നും മലക്കുകൾ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ജീവിതത്തിൽ പറ്റിപ്പോയ ഒരു തെറ്റുപോലും അള്ളാഹിനോട് പറയാൻ നമുക്ക് മടിയാ. നമ്മൾ ദുആ ചെയ്യാറില്ല. പള്ളിയിലെ ഖതീബ് ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് തൊണ്ട പൊട്ടിക്കിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ഉസ്താദിന് തന്നെ തോന്നി, എന്തിനാ അല്ലാ ഞാനിത് ചെയ്യണേന്ന്. കാരണം പള്ളിക്കകത്ത് നിസ്കാരം കഴിഞ്ഞിരിക്കുന്നവൻ സദ്യ ഉണ്ണായിരിക്കണ പോലെ ഇരിക്കണേ. സദ്യ ഉണ്ണാനിരിക്കുന്നവനെ പോലെ ചമ്മണം കുട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുക, ഒരു ഇലയും കൂടെ വിരിച്ച് ചോറിട്ട് കൊടുത്താൽ തിന്നാൻ പറ്റുന്ന രീതിയിൽ. ചിലർക്കാണെങ്കിൽ പിന്നെ കൈ പൊങ്ങുവോ? എടാ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ പിടിക്കാൻ നിന്റെ കൈ പൊങ്ങും. നീ ഇങ്ങനെ വെട്ടിയിട്ടിരിക്കുക, തറയിൽ മടിയിലിട്ടിരിക്കുക, ആർക്കോ വേണ്ടി ഓക്കാനിക്കാൻ ഇട്ടിരിക്കണത് പോലെ. എടാ അല്ലാഹുവിന്റെ മുന്നിലൊന്ന് കൈ വെക്കാനുള്ള മനസ്സ് പോലും ഇല്ലല്ലോ. റോഡിൽ കൂടെ കണ്ടവന്മാർക്ക് വേണ്ടി ജയ് വിളിക്കാൻ നിനക്ക് ശബ്ദമുണ്ട്, റോഡിൽ കൂടെ കിടന്ന് കൂവാൻ നിനക്ക് ശബ്ദമുണ്ട്. സ്വന്തം കാര്യം അല്ലാഹുവിന്റെ മുന്നിൽ പറയുമ്പോ ആമീൻ പറയാൻ നിന്റെ നാവ് പൊങ്ങാറില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഖതീബ് ഉസ്താദ് വിചാരിക്കുക, എന്തിനാ അപ്പൊ ഞാൻ ആർക്കാ അല്ലാഹ് ഈ ദുആ ചെയ്യണേ? ഉസ്താദിന് തന്നെ തോന്നുന്ന രംഗം, പള്ളിക്കകത്തൊരുത്തന്റെ ശബ്ദമില്ല, പക്ഷേ ജനറൽ ബോഡിയിലുണ്ട് ശബ്ദം. അല്ലാഹുവിന്റെ പള്ളിയിൽ ദുആ ചെയ്യുമ്പോൾ നാവ് പൊങ്ങാറില്ല. നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് തൂണ് ചാരും, ചിലത് ഓടും,
ചിലത് പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുക, ബാങ്ക് വിളിക്കുമ്പോൾ ഇബിലീസ് ഓടുന്നത് പോലെ ഓടും ചിലർ. അവർക്കൊന്നും അങ്ങനെയൊക്കെ തന്നെ. എനിക്കൊക്കെ വേണമെങ്കിൽ ചെയ്യും ചങ്ങാതിമാരെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ജീവിതത്തിൽ പറ്റിയാൽ അള്ളാഹുവിനോട് പറ, റബ്ബിനോട് പറയണം. എങ്ങനെയാ പറയേണ്ടത്? ഉസ്താദേ ഞാൻ ദുആ ചെയ്തിട്ട് സ്വീകരിക്കണില്ല. അപ്പൊ ചിലർക്ക് അള്ളാഹിനോട് പറയാൻ തന്നെ മടിയ, ചിലർക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ അള്ളാഹ് എനിക്ക് പുറത്തു തരുമോ എന്നാ ചിലർ ചോദിക്കണേ. ചിലർ ചോദിക്കുന്നു, ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് അള്ളാഹ് പുറത്തു തരുമോ? എന്താ നിനക്കല്ലടാ, 100 കൊല ചെയ്തവൻ അള്ളാഹ് പുറത്തു കൊടുത്തില്ല, നീ ആരാ? എടാ 100 കൊല ചെയ്തവന്റെ ചരിത്രം ഉസ്താദന്മാര് ചെറുപ്പകാലം മുതൽ കേൾക്കണതല്ലേ. 99 പേരെ കൊന്നിട്ട് ഒരുത്തനിങ്ങനെ നടന്നു വരിക. അപ്പോഴാ തോന്നി, അല്ലാ 99 പേരെ കൊന്നല്ലോ പടച്ചവനെ, എന്തൊരു പാവാ ഞാൻ ചെയ്തേ. അപ്പൊ റോഡേ വരുന്ന ഒരു കാക്കാനോട് ചോദിച്ചു, കാക്കാ ഞാൻ 99 പേരെ കൊന്ന്, അല്ല എനിക്ക് പുറത്തു തരുവോ? ആ കാക്ക പറഞ്ഞു, എടാ വൃത്തികെട്ടവനെ, നിനക്കല്ല പുറത്തു തരത്തില്ലടാ, നീ 99 പേരെ കൊന്നതാ, എന്നാ നീ കൂടെ പോടാന്ന് പറഞ്ഞു. 100 തികച്ചു. അവനെ കൂടെ വെട്ടിയങ്ങ് മറിച്ച് സെഞ്ചുറി അടിച്ചു. എന്നിട്ട് മുന്നോട്ട് നടന്നു പോകുമ്പോഴാ ഒരു ഉസ്താദ് വരുന്നത്. ജാഹിലും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം പഠിക്കേണ്ടത് അവിടെയാ. ഇന്നലെ കുളിച്ച് താടിയും വെച്ചോണ്ട് തഴമ്പും വെച്ച് പായിലിട്ട് ഒരച്ചിട്ട് വലിയ ആളായിട്ട് വരുന്നവനും പള്ളിയിൽ പോയി അള്ളാഹു കൊടുത്ത ആയുസിൽ പോയി 10ഉം 12ഉം കൊല്ലം പോയിരുന്ന് കഷ്ടപ്പെട്ട് കിതാബ് ഓതിയ ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം അവിടെ പഠിക്കണ്ടേ. ഇന്നലെ കുളിച്ച് കയറിയവന്റെ അടുത്ത് ആദ്യം നീ ചോദിച്ച്, ഞാൻ 99 പേരെ കൊന്ന് അള്ള പുറത്തു തരുമോ? ഇല്ലടാ, നീയും പോ. എന്നാ 100ാമത് കൊന്നിട്ട് പോയപ്പോൾ ഉസ്താദിനോടാ ചോദിച്ച. ഉസ്താദ് പറഞ്ഞു, നീ അല്ലടാ, ഇനി 100 കൊന്നാലും അള്ള നിനക്ക് പുറത്തു തരും. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്ക്. ആ മനുഷ്യൻ അള്ളാഹു സ്വർഗം കൊടുത്തത് പോലും എങ്ങനെയാണെന്ന് ഹദീസിന്റെ കിതാബുകൾ പഠിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാപം ചെയ്യാത്ത ആരുമില്ല. ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. പാപം ചെയ്യാത്ത ഒരുത്തനുണ്ടെങ്കിൽ ഓ മനുഷ്യനല്ല. പാപം ചെയ്യാതെ ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്നവൻ, എല്ലാരും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. ആദമിന്റെ സന്തതികൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാ. അള്ള നമ്മളെ പടച്ചിരിക്കുന്നത് അങ്ങനെയാ. തെറ്റ് ചെയ്യാത്ത ഒരു മഹാനുമില്ല, എല്ലാരും ചെയ്യുന്നവരാ. പക്ഷേ തെറ്റ് ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ലവൻ ചെയ്ത തെറ്റ് അള്ളാഹിനോട് പറയുന്നവനാ. തെറ്റുപോയി ജീവിതത്തിൽ പറ്റിപ്പോയ തെറ്റ് അള്ളാഹുടെ മുന്നിൽ ഏറ്റുപറയേണ്ടവനാ. അവനാണ് ഏറ്റവും നല്ല മനുഷ്യനെന്ന് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, നിങ്ങൾ കള്ള് കുടിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. വ്യഭിചരിച്ചിട്ടുണ്ടോ? പേടിക്കണ്ട. പലിശ തിന്നിട്ടുണ്ടോ? പേടിക്കണ്ട. നിങ്ങൾ എത്ര വലിയ അപരാധം ചെയ്തവരാണെങ്കിലും നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? കുല്യാ الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. പറഞ്ഞത് നബിയേ, പറഞ്ഞു കൊടുക്ക് നബിയേ. ജീവിതത്തിൽ പാപം ചെയ്തവരോട് എന്നോട് പറയാൻ. എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, ഇനി നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. ചിലപ്പോ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ പാപമാണ്, ഒരിക്കലും അല്ലാഹ് എനിക്ക് പുറത്തു തരില്ല എന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ അല്ലാഹ് ആരെന്നറിയുമോ? മഹാനായ ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുകയാ. ഇമാം ശാഫി റളിയല്ലാഹു തആല അൻഹു ഒരു ചരിത്രം പറയുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏത് ചരിത്രമെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിനകത്തേക്ക് ഉമർ തങ്ങൾ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കടന്നു വരികയാ. ഉമർ തങ്ങൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുന്നു, ഉമറേ, നീ എന്തിനാ കരയുന്നത്? നിനക്കെന്താണ് സംഭവിച്ചത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു ചെറുപ്പക്കാരൻ നിന്ന് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാ. അവന്റെ കരച്ചില് കണ്ടിട്ട് കരഞ്ഞതാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഉമർ തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി തങ്ങൾക്ക് വല്ലാത്ത അത്ഭുതമാവുകയാണ്. ഇതാരാ പറയുന്നത്? കിസ്റയെയും കൈസറിനെയും വിറപ്പിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല ഉമർ തങ്ങൾ വരുന്ന വഴിയിലൂടെ ഇബ്ലീസിന് പോലും നടക്കാ പേടിയാട്. അങ്ങനെയുള്ള ഉമറിനെ കരയിപ്പിച്ചതാരാ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാറ്. ആ ചെറുപ്പക്കാരനെ വിളിച്ചു കൊണ്ടുവരാൻ പറയുകയാ. അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനെ കൊണ്ടുവരപ്പെട്ടു. റസൂലുള്ള ചോദിച്ചു, എന്തിനാ മോനെ കരയുന്നത്? ഒരുപാട് നാളുകൾ കൊണ്ട് നീ കരയുകയാണല്ലോ, എന്താണ് നിനക്ക് സംഭവിച്ചത്? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരൻ പറയുന്നു, യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ നബിയേ? എന്റെ നാട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മയ്യത്ത് കുളിപ്പിക്കുവാനും മയ്യത്ത് നമസ്കരിക്കുവാനും കബറടക്കുവാനും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും അവരുടെ കൂടെ നടക്കുകയാണ്. അവസാനം മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് മയ്യത്തിറക്കി വെച്ച് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങി പോകുമ്പോ അവസാനം പോകുന്നത് ഞാനാണ് നബിയേ. ഏറ്റവും അവസാനം പോകുന്നത് ഞാനാ. എന്തിനെന്നറിയുമോ? കബറിന്റെ മുകളിൽ അടയാളം വെക്കുകയാ. കബറിന്റെ മുകളിൽ ഒരു അടയാളം വെക്കുകയാണ്. എന്നിട്ട് തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. പാതിരാത്രി നാട്ടുകാർ മുഴുവനും ഉറങ്ങിക്കിഴിയുമ്പോ മണ്ണ് കുടിക്കുന്ന ആയുധവും എടുത്തുകൊണ്ട് അടയാളം വെച്ച കബറിന്റെ ചാരത്ത് പാതിരാത്രി കടന്നു വന്നിട്ട് മണ്ണുകൾ വെട്ടിമാറ്റുകയാണ്, പലകയെടുത്ത് മാറ്റുകയാണ്. കബറിനകത്തിറങ്ങിയിട്ട് മയ്യത്തിന്റെ ശരീരത്ത് ധരിപ്പിച്ചിരിക്കുന്ന പുതിയ കഫൻ തുണിയുണ്ടല്ലോ, അതടിച്ചെടുക്കും നബിയേ. കഫൻ തുണികൾ അവിടുന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് കബറിന്റെ മുകളിൽ കയറി പഴയതുപോലെ മണ്ണിട്ട് മൂടിയിട്ട് ഈ കഫൻ തുണി കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി പട്ടണത്തിൽ കൊണ്ട് വിൽക്കുന്ന കള്ളനാണ് നബിയേ. എന്റെ നാട്ടിലെ ഖബർസ്ഥാനിൽ കിടക്കുന്ന മയ്യത്തുകൾ നഗ്നരാണ് നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയുമ്പോ റസൂലുള്ള പറഞ്ഞു, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ, അല്ലാഹു നിനക്ക് പുറത്തു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ താഴെ കിടക്കുന്ന മണ്ണുവാരി തന്റെ തലയുടെ മുകളിലിടുകയാ. താഴെ കിടക്കുന്ന മണ്ണുവാരിയിട്ട് തന്റെ തലയുടെ മുകളിൽ ഇടുകയാണ്. എന്നിട്ട് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, ഇനി എന്തിനാ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, അള്ളാന്റെ നബിയേ, എന്നെക്കാളും ഒരു പാപി ദുനിയാവിലില്ല നബിയേ. എന്നെക്കാളും പാപം ചെയ്ത ഒരാളും ഈ ദുനിയാവിലില്ല നബിയേ. അല്ലാഹു ആർക്ക് പുറത്തു കൊടുത്താലും എനിക്ക് പുറത്തു തരൂല. കാരണം ഞാൻ അത്രയും വലിയ പാപിയാണ്. അള്ളാന്റെ റസൂലിനോട് പറയുമ്പോ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചു, നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപമെന്താ? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, നബിയേ, എന്റെ നാട്ടിലൊരു സ്വാലിഹത്തായ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണവിടെന്ന് മരണപ്പെടുകയാ. അവരുടെ മയ്യത്തം കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിച്ച് കബറടക്കി. അടയാളം വെച്ച കബറിന്റെ ചാരത്ത് നിന്നും മടങ്ങിപ്പോയി. പാതിരാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ സാധാരണ പോകുന്നത് പോലെ പള്ളിപ്പറമ്പിൽ കടന്നു ചെന്നിട്ട് ആ പെണ്ണിന്റെ കബറിന്റെ മുകളിൽ നിന്ന് മണ്ണ് വെട്ടി മാറ്റി അതിനകത്തിറങ്ങിയിട്ട് ആ പെണ്ണിന്റെ ശരീരത്തെ ധരിപ്പിച്ചിരിക്കുന്ന കഫൻ തുണിയുണ്ടല്ലോ അവിടെ നടിച്ചെടുക്കുകയാ. എന്നിട്ട് കബറിൽ മണ്ണിട്ട് മൂടിയിട്ട് മീസാങ്കല്ലുകൾ നിരത്തി വെച്ചിരിക്കുന്ന മൈലാഞ്ചി ചെടികളുള്ള ആത്മാക്കളുടെ ലോകമായ ഖബർസ്ഥാനിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഒരു തുണ്ട് വസ്ത്രം പോലുമില്ലാതെ, ഒരു നൂൽപന്തം പോലുമില്ലാതെ ഖബറിന്റെ അകത്ത് കിടക്കുന്ന പെണ്ണിനെ എനിക്ക് ഓർമ്മ വന്നു നബിയേ. എനിക്ക് അവളെ ഓർമ്മ വന്നു നബിയേ. രണ്ടാമതും ഓടുകയാ. ഖബറിന്റെ ചാരത്ത് ചെന്ന് മണ്ണുകൾ വെട്ടി മാറ്റി പലകയെടുത്ത് മാറ്റി. എന്നിട്ട് ഖബറിനകത്തിറങ്ങുകയാ.
ഖബറിനകത്തിറങ്ങിയിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ ഖബറിനകത്ത് മരിച്ചു കിടക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ എനിക്ക് അവളോട് മോഹം തോന്നി നബിയേ, എനിക്ക് അവളോട് ആഗ്രഹം തോന്നി നബിയേ. ഞാൻ അവളെ കേറി പിടിച്ചു നബിയേ. ഉമർ തങ്ങള് താഴെ വീഴുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ തളർന്നു പോയി. പടച്ചവനെ, ഖബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ വ്യഭിചരിച്ചവനാ ഈ ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് വിടന്ന് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളുടെ കണ്ടടത്തിലൂടെ കണ്ണുനീരുകൾ താടിരോമത്തിലൂടെ ഒഴുകാൻ തുടങ്ങി. എന്തൊരു പാപമാ അല്ലാ! ഖബറിനകത്ത് കിടന്നിട്ട് മയ്യത്തിനെ പോലും വെറുതെ വിടാത്ത മനുഷ്യനാണ് ഈ മനുഷ്യനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് മുത്തുനബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഫഹല്ലി മിനത് തൗബാ, അല്ലാഹു എനിക്ക് പുറത്തു തരുവോ നബിയേ, അല്ല എനിക്ക് പുറത്തു തരുമോ? ആരാ ചോദിക്കുന്നത്? ഖബറിനകത്ത് കിടന്ന മയ്യത്തിനെ വ്യഭിചരിച്ച മനുഷ്യനാട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? റബ്ബിനോട് ദുആ ചെയ്തടാ. അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞിട്ട് ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിനോട് ഏറ്റു പറഞ്ഞു. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. എനിക്ക് നിങ്ങളോടും പറയാൻ അതാവുള്ളത്, നിങ്ങൾ അത്ര വലിയ പാപം ചെയ്തവരല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നത്? റബ്ബിനോടൊന്ന് പറഞ്ഞുകൂടെ, അല്ലാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ? പലരും പറയും, ഉസ്താദേ ഞാൻ ദുആ ചെയ്താ സ്വീകരിക്കുന്നില്ലല്ലോ. എടാ, സ്വീകരിക്കാത്തതിന്റെ കാരണം എന്തെന്നറിയോ? വെറുതെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് കാര്യമില്ല. പറയേണ്ടത് പോലെ പറ ചെറുപ്പക്കാരാ, പെങ്ങള് പറയേണ്ടത് പോലെ പറ പൊന്നുമോള്. പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ. അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അല്ലാഹുവോട് പറയേണ്ടത് പോലെ പറഞ്ഞോ, അല്ലാഹുവോട് പറയേണ്ടത് പോലെ പറഞ്ഞോ. അല്ലാഹുവോട് പറയേണ്ടത് എന്തെന്നറിയുമോ? പൊറുക്കന്റെ പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പാപം പൊറുക്കുന്നവൻ നീയാ അല്ലാഹ്. നീ എന്റെ റബ്ബാണ്, നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ അടിമയാണ്. അല്ലാഹുവേ, അടിമ യജമാനനോടല്ലാതെ ആരോട് പറയാനാ അല്ലാഹ്? പെട്ടുപോയി റബ്ബേ, പെട്ടുപോയി റബ്ബേ, ശൈത്താൻ ചതിച്ചതാ. അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് വെറുതെ കിടന്ന് വിളിച്ചു വീട്ട് കാര്യമൊന്നുമില്ല. പറയേണ്ടത് പോലെ അല്ലാഹുവിനോട് പറയണം. കള്ളു കുടിച്ചിട്ട് നീ നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം അല്ലാഹുവിനോട് പറയണം. പടച്ചവനെ, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പൊറുക്കുന്നവൻ നീയാ, നീ അല്ലാതെ ഈ ലോകത്ത് വേറെ ആരുമില്ലല്ലാ. പടച്ചവനെ, പറ്റിപ്പോയി റബ്ബേ. സാഹചര്യം, സന്ദർഭം, ഇബിലീസ്, നഫ്സ് എല്ലാരും ഞങ്ങളെ കൊണ്ട് ചതിച്ചതല്ല, അല്ലാതെ അല്ല ധിക്കാരത്തോടു കൂടി ചെയ്തതല്ല. പടച്ചവനെ, നീ ഞാൻ ചെയ്യുന്നത് നീ കണ്ടാ എനിക്കൊരു ചുക്കുമില്ല എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അല്ലാ, പെട്ടുപോയതാ അല്ല, നീ എനിക്ക് പുറത്തുതാ. പറയേണ്ടത് പോലെ അല്ലാഹുവിനോട് പറ, അല്ലാതെ നിലവിളിക്കണ്ട, വിളിച്ചു കൂവണ്ട. നമുക്കങ്ങനെയാണല്ലോ, നിലവിളിയും ബഹളവും ഉണ്ട്. നമ്മുടെ ദുആ അങ്ങനെ ചെയ്യാൻ പാടില്ല. കടന്നു വിളിച്ചു കൂവരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്നൊരു സ്വഹാബി ഇരുന്ന് വലിയതായിട്ട് ദുആ ചെയ്യാ, പൊട്ടിക്കരഞ്ഞിങ്ങനെ നിലവിളിച്ച് ദുആ ചെയ്യാ. അപ്പോഴാ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരനോട് പോയി പറയാൻ, അവൻ വിളിക്കുന്ന റബ്ബിന് ചെവി കേൾക്കുമെന്നൊന്ന് പറയാൻ. നമ്മളെങ്ങനെ നാട്ടുകാർ കേൾക്കണം നമ്മുടെ ദുആ, കുടുംബസമേതം ഇരുന്നിട്ട് ദുആ ചെയ്യണത് അയൽവാസി പോലും കേൾക്കണം, വിളിച്ചു പോവുക, അങ്ങനെ ആവശ്യമൊന്നുമില്ല.
എടാ, പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിൽ ആത്മാർത്ഥത വേണം, അതിനകത്ത് ഇഖ്ലാസ് വേണം. മണിക്കൂറുകളൊന്നും ദുആ ചെയ്യണ്ട. പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് എന്തിനാ ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ പോരെ? നിന്റെ ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പൊറുക്കണമെങ്കിൽ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. നിന്റെ പാപം മുഴുവനും അള്ളാഹു പുറത്തു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഒരുപാട് നിലവിളിക്കേണ്ട കാര്യമൊന്നുമില്ല. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, കൊച്ചാപ്പാടെ പേരല്ല ഞാൻ പറഞ്ഞ്, ഒരു നബിയുടെ പേരാ പറഞ്ഞ്. നിന്റെ വിചാരിക്കുന്നു ഏതോ ഇബ്രാഹിമിന്റെ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ മുന്നിൽ ജനങ്ങൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, മഴയില്ല, വെള്ളമില്ല, വലിയ ക്ഷാമം, ആർക്കും, മനുഷ്യനും കുട്ടികൾക്കും മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യ്. മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളോട് പറഞ്ഞു, ഒരു ദിവസം നിങ്ങളൊക്കെ ഇന്ന ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. ഒരു ഗ്രൗണ്ടിൽ കൂടാൻ പറഞ്ഞു. അങ്ങനെ ദുആ ചെയ്യേണ്ട ദിവസം മൂസാ നബി അലൈഹിസ്സലാം കടന്നുപോയപ്പോ 70,000-ഓളം വരുന്ന ജനങ്ങൾ ഉണ്ടായിരുന്നെന്നാ ചരിത്രം പറയുന്നത്. 70,000-ഓളം വരുന്ന ജനങ്ങൾ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടി. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു, പടച്ചോനെ, നീ ഞങ്ങൾക്ക് മഴ തരണേ അല്ലാ, വെള്ളമില്ല അല്ലാ. മൂസാ നബി ദുആ ചെയ്തപ്പോ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, മൂസാ, ദുആ സ്വീകരിക്കൂല, നീ ദുആ ചെയ്ത സ്വീകരിക്കൂല. എന്തേ അല്ലാ? ഈ ഇരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ 40 കൊല്ലമായിട്ട് എന്നെ മറന്നു നടക്കുന്ന ഒരുത്തൻ ഇരിപ്പുണ്ട്. 40 വർഷക്കാലമായിട്ട് എന്നെ ധിക്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ മജ്ലിസിൽ ഇരിക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാതെ ഈ ദുആയ്ക്ക് ഉത്തരമുണ്ടാകില്ല. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് തൻ്റെ മുന്നിലിരിക്കുന്ന 70,000-ഓളം വരുന്ന ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു, ഈ കൂട്ടത്തിൽ 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ ഇരിപ്പുണ്ട്, അവൻ എഴുന്നേറ്റ് പോകണം. അവൻ എഴുന്നേറ്റ് പോയാലേ മഴ പെയ്യത്തുള്ളൂ, എഴുന്നേറ്റ് പോകണം. മൂസാ നബി അലൈഹിസ്സലാം ഇത് പറയുമ്പോൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരാ അല്ലാ ഈ ഇത്രയും വലിയ മോശക്കാരൻ? 40 കൊല്ലമായിട്ട് അള്ളാഹുവിനെ മറന്ന് നടക്കുന്ന ഈ മനുഷ്യനാരാ? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഈ 40 കൊല്ലമായിട്ട് അള്ളാനെ മറന്ന് നടക്കുന്നവനും ആ കൂട്ടത്തിലുണ്ട്. ഓം വിചാരിച്ചു, അല്ലാ എന്നെ കുറിച്ചാണല്ലോ ഈ പറയണേ, ഞാനിപ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയാൽ എല്ലാവരും എന്നെ അറിയും, ഞാൻ നാണം കെടും, ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കെട്ടുപോകും. പടച്ചവനെ, അള്ളാഹുവേ, ഇനി എഴുന്നേറ്റ് പോകാതിരുന്ന മഴയും പെയ്യൂല. അപ്പൊ ഈ മനുഷ്യൻ ചിന്തിച്ചു, ഞാൻ ഇത്രയും വലിയ വൃത്തികെട്ടവനാണോ? ഞാൻ ഇത്രയും വലിയ പാപിയാണോ? ഇത്രയും വലിയ മോശക്കാരനാണോ? ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ആ മനുഷ്യൻ, ചരിത്രം പറയുന്നു, ആ മനുഷ്യനൊരു കുറ്റബോധം തോന്നി. ഈ മനുഷ്യൻ 2 മുട്ടുകാലിലേക്ക് തൻ്റെ തല താഴ്ത്തി വെച്ചു. തൻ്റെ മുഖം ഇങ്ങനെ മണ്ണിലേക്ക് നോക്കുന്ന രീതിയിൽ ഇങ്ങനെ തല താഴ്ത്തി വെച്ചു. എന്നിട്ട് ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണ്. എങ്ങനെയാണ് ഇത് നിന്നോട് എടുത്തു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല അല്ലാ, ഞാൻ അത്രയ്ക്കും പാപം ചെയ്തവനാ. ഈ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുകയാ, പടച്ചവനെ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ, അല്ലാഹുവേ, ഇനി ഒരിക്കലും ഞാൻ ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യൻ അല്ലാഹുവിനോട് തന്റെ തല താഴ്ത്തി വെച്ചിട്ട് പറയുന്നു, അല്ലാ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ, അല്ലാഹുവേ, ഈ ചെയ്ത പാപം എങ്ങനെയാണ് നിന്റെ മുന്നിലേറ്റു പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അതുകൊണ്ട് നാഥാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാ. ഈ മനുഷ്യനടുത്തിരുന്ന ആളുപോലും കേൾക്കാതെ റബ്ബിനോട് പറയുകയാണ്, ഇനി ഒരിക്കലും ചെയ്യില്ല തമ്പുരാന്. എന്നിട്ട് ആ മനുഷ്യൻ അല്ലാഹുവോട് പറയുന്നു, നാഥാ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ, എന്റെ തൗബ നീ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാ, മഴ തരണേ അല്ലാ. ഈ പാപിയായ മനുഷ്യൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ജനങ്ങൾ മുഴുവനും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയാണ്. ആകാശത്ത് നിന്ന് മഴത്തുള്ളികൾ ഭൂമിയുടെ മടിത്തട്ടിലേക്ക് പെയ്തിറങ്ങുകയാണ്. അല്ലാഹുവേ, ജനങ്ങൾ മുഴുവനും സന്തോഷത്തോടെ തന്റെ വീടുകളിലേക്ക് ഓടുകയാണ്. പക്ഷേ മൂസാ നബി ചിന്തിക്കുന്നു, അല്ലാ,
ഇവിടെ നിന്നാരും എഴുന്നേറ്റ് പോയില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? പിന്നെ എങ്ങനെയാണ് മഴ പെയ്തത്? അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറയുന്ന മൂസ നബിയേ, ആ മനുഷ്യന് തൗബ ചെയ്തതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാണ് നബിയേ. എന്റെ പ്രിയപ്പെട്ടവരെ, പറയുന്നത് ഇഖ്ലാസ് ഉണ്ടോ? പറയുന്നത് ചെറിയ വാക്കാണെങ്കിലും അതിനകത്ത് ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിന്റെ ദുആയിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ മലക്കുകളെ നിനക്കും നിന്റെ കുടുംബത്തിനും സ്വർഗം കിട്ടുന്നതിന് വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ഒന്നാമത്തെ വിഭാഗമാരാ? ജീവിതത്തിൽ പറ്റിപ്പോയ പിഴവുകളുണ്ടല്ലോ, അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നവരാ, അല്ലാഹുവിനോട് എടുത്തു പറയുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജീവിതത്തിൽ പറ്റിപ്പോയ പാപങ്ങളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പറയാ നാണം വേണ്ട, മടി വേണ്ട, ലജ്ജ വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മുന്നിൽ പറയണം. പാപങ്ങൾ ഓരോ നെണ്ണി നീ കരയേണ്ടതാ, വിജനസ്ഥലം മതി നേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി, നിറയട്ട മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ടു നിന്നോ ഡലിവ് റബ്ബിനു തോന്നണം, പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ കള്ള് കുടിച്ചെങ്കിൽ കുടിച്ചെന്ന് പറ, വ്യഭിചരിച്ചെങ്കിൽ വ്യഭിചരിച്ചെന്ന് പറ, നിസ്കാരം മുടക്കിയെങ്കിൽ മുടക്കിയെന്ന് പറ, ജീവിതം തുലച്ചെങ്കിൽ തുലച്ചെന്ന് പറ, മോഷണം നടത്തിയെങ്കിൽ മോഷണം നടത്തിയതെന്ന് പറ, അഹങ്കാരം കാണിച്ചെങ്കിൽ അഹങ്കാരം കാണിച്ചെന്ന് പറ. ജീവിതത്തിൽ പറ്റിപ്പോയ പാപം പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തിയിട്ട് നീ അല്ലാഹുവിന്റെ മുന്നിൽ തൗബ ചെയ്ത് മടങ്ങിയ അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ നിനക്ക് ലഭിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടവരെ, വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. രണ്ടാമത്തെ വിഭാഗമാരാ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. രണ്ടാമത്തെ വിഭാഗം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ വിഭാഗം ജീവിതത്തിൽ പറ്റിയ പാപം അല്ലാഹുവിന്റെ മുന്നിൽ പറഞ്ഞ് തൗബ ചെയ്ത നീ രക്ഷപ്പെടും. നിനക്ക് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യും. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, പള്ളിയിലെ ഇമാമ് ഫാത്തിഹ ഓതി വലല്ലാലീൻ ആമീൻ എന്ന് പറയുന്ന സമയം, ഇമാമ് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ആമീൻ പറയുമല്ലോ. ആ ആമീൻ പറയുന്ന സമയം നിന്റെ ആമീനും അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ആമീനും യോജിച്ച നീ രക്ഷപ്പെട്ടു. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇമാമ് ഫാത്തിഹ ഓതുവല്ലോ, ഫാത്തിഹ ഓതിയിട്ട് വലല്ലാലീൻ, ഇമാമ് ആമീൻ പറയണതിന് മുമ്പേ നമ്മൾ പറയും. നമുക്ക് സ്പീഡ് കൂടുതലാ. ഉസ്താദ് പറയേണ്ട അതിനു മുമ്പേ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റിട്ട് നിൽക്കുമ്പോൾ തന്നെ സുജൂദി കിടക്കണ വാക്കാമരില്ലേ? ഇമാമ് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് സമയം അല്ലാഹു ലിമൻ ഹമിദ എടുക്കുമ്പോഴത്തേക്ക് തന്നെ ദാ താഴെ പോയിട്ട് കിടക്ക, ഇമാമ് പുറകെ വരുന്നുണ്ട്, സുജൂദിന് പോയി കാത്തു കിടക്ക. പാവം, എന്ത് നിസ്കാരം! അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ നിസ്കാരം കണ്ടിട്ട് ഇബിലീസ് തന്നെ നോക്കുക, ഇവ എന്താ അല്ലാഹ് ചെയ്യണേന്ന്. നമ്മുടെയൊക്കെ നിസ്കാരം കണ്ടിട്ടെ ഇബിലീസിന് തന്നെ ചിരിയാ വരണേ. ഇവ ഈ അള്ളാനെ കളിയാക്കുന്ന കണ്ടിട്ട് അവൻ തന്നെ നിന്ന് ചിരിക്കുക. അങ്ങനത്തെ നിസ്കാരമാണ് നമ്മുടെ നിസ്കാരം. നമുക്കറിയില്ല എൻ്റെ വില. എടാ, ഇങ്ങനെ ഇമാമിന് മുമ്പേ പോകുന്നവൻ നാളെ പരലോകത്ത് പന്നിയുടെ കോലത്തിലെങ്ങാണ്ട വരുമെന്ന. പന്നിയുടെ കോലത്തിൽ നമ്മുടെ നിസ്കാരം അറിയാമല്ലോ.
അല്ലേ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, വൈലെന്ന് പറയണ നരകം നിസ്കരിക്കുന്നവനെന്നാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ നിസ്കാരം പറയാതിരിക്കലാ നല്ലത്. നമ്മുടെയൊക്കെ നിസ്കാരം എന്ന് പറഞ്ഞാൽ കോമഡി. അള്ളാനെ ഇങ്ങനെ കളിയാക്ക, അള്ളാടെ മുന്നിൽ പോയി നിന്നിട്ട് അള്ളാനെ കളിയാക്കുന്നവരാ നമ്മൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരം നമുക്ക് കളിയാ സഹോദര, തമാശ, ഓടി ചെല്ലുക, കാക്ക കൊത്തുന്ന പോലെ കൊത്താ, ഓടുക, ഇറങ്ങി. ഇതൊക്കെ നമ്മുടെ നിസ്കാരം. നിസ്കാരത്തിൻ്റെ വിലയും അതിടാം. മനുഷ്യ, നിനക്കറിയോ നിസ്കാരം എന്ന് പറഞ്ഞാൽ? ഒരാൾ മുസല്ലയിൽ 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, നാളെ ഒരു മനുഷ്യൻ രാവിലെ പോയി സുബഹി നിസ്കരിച്ചിട്ട് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവനെ കെട്ടിപ്പിടിക്കും. അള്ളാന്റെ മലക്കുകൾ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഒരാൾ നിസ്കാരം കഴിഞ്ഞ് നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ മലക്കുകൾ അവന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയും, നിന്റെ പേര് സ്വർഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട്, നീ മരിച്ച സ്വർഗത്തിലാ, നീ പൊക്കോ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞു വിടാ. ചിലരോട് പറയും, എടാ നശിച്ചവനെ, നിന്റെ പേര് നരകത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ടടാ, അടുത്ത വക്കത്തിന് മുമ്പ് നീ തീർന്ന നീ നരകത്തിലാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിസ്കാരപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോൾ ഇത് പറഞ്ഞിട്ടാ മലക്ക് വിടുന്നത്. അതാ നിസ്കാരം. നമുക്ക് കളി, നമുക്ക് നിസ്കാരം എന്ന് പറഞ്ഞാൽ കളിയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിൻ്റെ 2ാമത്തെ ഖലീഫയാ ഉമർ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാ, ഖലീഫയാ. ഞാൻ ഇരുന്ന് പ്രസംഗിച്ചോട്ടെപ്പാ. നമ്മ 2 കാലിന് നല്ല നീരുണ്ട്, എന്തൊക്കെയോ ബുദ്ധിമുട്ട്, എനിക്ക് എന്തോ ചെറുതായിട്ട് തല ഒരു ബുദ്ധിമുട്ട്. ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു 3 സ്വലാത്ത് പറഞ്ഞേ. സ്വല്ലല്ലാഹു ഈ മൈക്ക് വെച്ച് തരുമോ വാമന? കാല് 2 നല്ല നീരുണ്ട്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാം കൂടുതലാണ്, കൊളസ്ട്രോള് എല്ലാം കൂടുതലായിട്ട്. അതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. സമയമാകുമ്പോൾ മരിക്കുമല്ലോ. എപ്പോഴാണ് മരിക്കേണ്ടതെന്ന് വെച്ചാൽ സമയമാകുമ്പോൾ മരിക്കും. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. നിങ്ങളൊക്കെ മരിക്കുമോ? വിശ്വാസം ഉണ്ടാ? കൈപൊക്കിക്കേ. കൈ പൊക്കിയാലും പൊക്കിയില്ലെങ്കിൽ ആര് പൊക്കും? അസ്രായേൽ പൊക്കും. നീ വേണമെങ്കിൽ പൊക്ക്. നമുക്കൊക്കെ അങ്ങനെ ഒരു ചിന്തയുണ്ട്. നമുക്ക് മരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട്. നമുക്കില്ല. നമുക്ക് മരിക്കേണ്ടവരാണെന്നുള്ള ചിന്ത നമ്മളിൽ അധികം പേർക്കും ഇല്ല. ഉണ്ടെന്നൊക്കെ പറയല. എൻ്റെ പൊന്നാര ചങ്ങാതി, എപ്പോൾ എവിടെ വെച്ചാൽ വരുന്നെന്നറിയില്ല. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. മരണത്തിന് വല്ല അടയാളം ഉണ്ടോ? നിങ്ങൾ എന്ത് എന്നെ ഇങ്ങനെ നോക്കണം? ഉണ്ടോ? മനുഷ്യ മരണത്തിന് അടയാളമുണ്ട്. ആരാ പറഞ്ഞില്ല എന്ന്? ചുമ്മാതെ പറയും പെട്ടെന്ന് മരിച്ചു പോയെന്ന്. ആര് പറഞ്ഞു പെട്ടെന്ന് മരിച്ചു പോയെന്ന്? അങ്ങനൊന്നും ഇല്ല. മരണത്തിന് അടയാളം ഉണ്ടടാ ചങ്ങായി, പഠിക്ക്. 1 അല്ല 3 ഉണ്ടല്ലോ. മരണത്തിന് ഈ അടുത്ത് ഞാനൊരു വീട്ടിൽ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദേ, ഈ വീട്ടിലെ ചെറുപ്പക്കാരൻ പെട്ടെന്ന് മരിച്ചുപോയി. ഞാൻ ചോദിച്ചു എത്ര വയസ്സുണ്ടെന്ന്? 55 വയസ്സ് ചെറുപ്പക്കാരന്. അപ്പൊ ചെറുപ്പക്കാരൻ എത്ര വയസ്സാപ്പാ? എടാ, 55 വയസ്സുള്ളവൻ ചെറുപ്പക്കാരനാണെങ്കിൽ ഈ 35 വയസ്സുകാരൻ എന്ത് പറയും? കുട്ടി എന്ന് പറയുമോ? 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. പെണ്ണ് കെട്ടിക്കാനൊന്നുമല്ല, പൊക്കിക്കേ. തീരുമാനമായി. സുബ്ഹാനല്ലാഹ്. നിങ്ങളുടെ കാര്യം പോയിട്ടാ, നിങ്ങളുടെ കാര്യം പോയി. നിങ്ങൾ സൂക്ഷിക്കണം. 40 കഴിഞ്ഞവർ സൂക്ഷിക്കണം. 39കാരനെ പോലെയല്ല നീ. 40 വയസ്സ് കഴിഞ്ഞാൽ തെറ്റിന് ഇരട്ടിയാടി. നിങ്ങൾ ഓർത്തു വെച്ചോ, 40 വയസ്സ് കഴിഞ്ഞാൽ അവൻ ചെയ്യുന്ന ശിക്ഷയ്ക്ക് ഇരട്ടി, അവൻ ചെയ്യുന്ന തെറ്റിന് ഇരട്ടി ശിക്ഷയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ
സുലൈമാൻ നബി ഓതിയ ഒരു ആയത്തുണ്ട്, ഇത് ഓതിയിട്ട് നടക്കണമെന്ന് നിങ്ങളൊക്കെ. എടാ 39 വയസ്സുകാരൻ ചെയ്താൽ പറയും ഓന് പക്വത എത്തിയില്ലെന്ന്. 40 കഴിഞ്ഞാൽ പിന്നെ നന്നായില്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മരണത്തിൻ്റെ അടയാളം പറഞ്ഞു തരട്ടെ, ധൈര്യം ഉണ്ടാ? അറ്റാക്കൊന്നും വരത്തില്ലല്ലോ. ശരി, ഞാൻ പറഞ്ഞു തരാം. ഇവിടെ എങ്ങനെ ഖബർ നേരത്തെ വെട്ടിയിടുവോ? എത്ര എണ്ണമൊക്കെ ഉണ്ടാവും? 2 എണ്ണ ഉള്ളോ? പറ്റുമെങ്കിൽ പോയി വെട്ടിക്കോ. നിനക്ക് തന്നെ പറഞ്ഞാൽ നീ തന്നെ വെട്ടിയിട അളവിന്. നാളെ തന്നെ പോയി കഫൻ തുണിയൊക്കെ വാങ്ങണം കേട്ടാ. ചിലപ്പോൾ നിന്റെ നീളത്തിന് കിട്ടിയില്ലെങ്കിലോ. താത്താമാരൊക്കെ ഇവിടെ ടൗൺ ഏതാ ഉള്ളത്? പേരാമ്പ്ര ഏതാ? ഏത് നല്ല ടൗൺ ആണെങ്കിലും പോയി കഫൻ തുണി വാങ്ങിച്ചു വെച്ചോ. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. അവിടെ എന്തിപ്പോൾ താത്താമാർ വിളമ്പണത്? അടികൊള്ളുന്നത് ചെണ്ട, പണം വാങ്ങുന്നത് മാരാര്, വഴുതു പറയണ ഉസ്താദിന് പച്ചവെള്ളം, കേൾക്കാൻ വന്നതിന് ചായം കടിയും. ബക്കറ്റ് അവിടെ വെച്ചിട്ടിരുന്നു. ആദ്യം അടയാളം കേക്ക്, പിന്നെ ബക്കറ്റ് ഇങ്ങിതാ ബക്കറ്റ് ഇങ്ങ് കൊണ്ടുപോവാ. ആദ്യം പള്ളിക്കുഴി പോയാൽ സമയമായോ നോക്കാം. ഇങ്ങിതാ ബിസ്മില്ലാ, അവിടെ പോയി ഇവിടെ കയറി ഇരുന്നോ. ഷാദ് ബക്കറ്റ് വരുമ്പോഴല്ലേ ഓടാൻ പറ്റൂ, അസറായിൽ വരുമ്പോൾ ഓടാൻ പറ്റില്ലല്ലോ. റെഡിയല്ലേ? നിങ്ങൾ എന്താ കേക്ക് മനുഷ്യ? റെഡിയല്ലേ? ഈ ഗർഭിണി പെണ്ണുങ്ങൾ ഇരിക്കണ പോലെ ഇരിക്കാതെ നേരെ ഇരുന്നേ. ഇതിലെ പ്രസവ വാർഡിൽ വെട്ടിയിട്ടതുപോലെ ഇരിക്കാതെ നേരെ ഇരിക്കുക. മരണത്തിൻ്റെ അടയാളം പറയണേ. ഇനി നിൽക്കണോ ഇരിക്കണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ വെറുതെ പറഞ്ഞതല്ല. മരണത്തിൻ്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? നിങ്ങളുടെ തലയിലും താടിയിലെയും കറുത്ത രോമങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ, ഒരു വെള്ള രോമം നിന്റെ താടിയിലും നിന്റെ തലയിലും ഉണ്ടെങ്കിൽ അത് നിന്റെ ഒടുക്കത്തെ യാത്രയുടെ അടയാളമാ. ഒരുങ്ങിക്കോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. റക്കപ്പർ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ അടയാളം? ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെയൊക്കെ തലയിലും താടിയിലും? പുറകോട്ടൊന്നും നോക്കണില്ല, കാരണം എല്ലാം വെട്ടാൻ നിർത്തിയിരിക്കുക. ഒരു രോമം നരച്ചിട്ടുണ്ടോ നിന്റെ തലയിലും നിന്റെ താടിയിലും? ബയാദു ശഅരിക ബഅദ സവാദി. നിന്റെ ഒരു രോമമെങ്കിലും നരച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വെറുതെ പറഞ്ഞതല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനെ കൂലിക്ക് നിർത്തി. എന്തിനെന്നറിയോ? മരിക്കുമെന്ന് പറയാൻ വേണ്ടി മാത്രം. ചിരിക്കുന്നത് കണ്ടാ വന്നിട്ട് പറയും, ഉമറ നീ മരിക്കും കേട്ടോ എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരാളെ പൈസ കൊടുത്ത് നിർത്തി. ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഞാൻ എന്ത് തെറ്റ് ചെയ്തതിൻ്റെ പേരില്ല? നീ ഒരു തെറ്റും ചെയ്തില്ല. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. ഇനി മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്താൻ ആള് വേണ്ട. എൻ്റെ താടിയിലെ ഒരു രോമം നരച്ചു, ഇനി ഇത് പറഞ്ഞു തരും ഞാൻ മരിക്കുമെന്ന്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 17 or 19 മുടിയെ നരച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നിന്റെ 60 നരച്ചു. നിന്റെ 60 നരച്ചു. ക്ലീൻ ഷേവ് അടിച്ചിട്ട് നടക്കുക. എന്തിനാ? കിളവാന്ന് നാട്ടുകാർ വിളിക്കാതിരിക്കാൻ. പിന്നെ മൈലാഞ്ചി ഇടുന്നവരുണ്ട്, പെയിന്റ് അടിക്കുന്നവരുണ്ട്. നിങ്ങൾ കുടിച്ചോ, കുഴപ്പമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഏകദേശം തീരുമാനമായില്ലേ? ഏകദേശം തീരുമാനമായില്ലേ? സന്തോഷമായില്ലേ? ഇനി ബാക്കി 2 എണ്ണം കൂടെ പറഞ്ഞിട്ട് അറ്റാക്ക് വരുത്തുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മസ്ജിദിൻ അള്ളാഹുവിന്റെ പള്ളി റസൂലുള്ളാഹി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്ത് ഇമാമത്ത് നിൽക്കുക. സുബഹി നിസ്കരിച്ചിട്ട് സൂറത്തു ത്വാഹയാണ് പാരായണം ചെയ്യുന്നത്. നിസ്കരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഒരുത്തൻ പള്ളിക്കകത്ത് കയറി വന്നത്. അബൂ ലുഅ മജൂസിയായ മനുഷ്യൻ പള്ളിക്കകത്ത് കയറി വന്നിട്ട് ഇമാമിന്റെ അടിവയറ്റിൽ കത്തികയറ്റി. ഖലീഫയാ, നിങ്ങൾ മനസ്സിലാക്ക്. പള്ളിയിലെ ഇമാമിന്റെ അടിവയറ്റിൽ കത്തികയറ്റി കുത്തി ഇറക്കി. എന്നിട്ട് ഇവൻ ഇറങ്ങിപ്പോകുമ്പോൾ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന 7ഓളം വരുന്ന സ്വഹാബികൾ കുത്തുകൊണ്ട് താഴെ വീണു. 7ഓളം വരുന്ന സ്വഹാബികളെയും കുത്തി. എന്നിട്ടാ ഇവൻ ഇറങ്ങിപ്പോയേ. നിങ്ങൾ മനസ്സിലാക്ക്, ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും കൈയഴിച്ചില്ല. അള്ളാഹ് ആ പള്ളിക്കകത്ത് നിസ്കരിച്ചു കൊണ്ടിരുന്ന ഒരൊറ്റ മനുഷ്യൻ പോലും ആ കെട്ടിയെ കൈയഴിക്കാൻ തയ്യാറായില്ല. കാരണം എന്തേ? അള്ളാഹുടെ മുന്നിലാ നിൽക്കണേ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ പള്ളിക്കകത്ത് ഇസ്ലാമിന്റെ ഖലീഫ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് വേണ്ടി നിൽക്കാൻ കഴിയാതെ വന്നപ്പോ അവിടെന്ന് വിളിച്ചു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ആരെങ്കിലും ഒന്ന് കേറി ഇമാമത്ത് നിൽക്കണേ, എനിക്ക് നിസ്കരിക്കാൻ കഴിയുന്നില്ല. ആരെങ്കിലും എന്റെ കൂടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്തൊന്ന് കേറി നിൽക്കണേ. ചരിത്രം പറയുന്ന പുറകെ നിന്ന സ്വഹാബി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് തങ്ങളാണെന്ന് തോന്നുന്നു.
ഏതോ ഒരു സ്വഹാബി മുന്നിലേക്ക് കയറി. ഉമർ തങ്ങളെ കാലിന്റെ ചുവട്ടിൽ കിടന്ന് മരണവെപ്രാളത്തിൽ പിടയുകയാണ്. അപ്പോഴും നിസ്കരിക്കുകയാണ്. കാരണം എന്തെന്നറിയുമോ? കൈ കെട്ടികെട്ട് പറഞ്ഞത് എന്തെന്നറിയുമോ? ആരുടെ മുന്നിലാണ് നിൽക്കുന്നതെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലികുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിന്റെ മുന്നിലാ കൈകെട്ടി നിൽക്കുന്നത്. കൈകെട്ടികെട്ടു പറഞ്ഞതെന്താണ്? ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, സർവ്വതും നിനക്കുള്ളതാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ നീ കൈകെട്ടിയത്. അതുകൊണ്ട് നമസ്കാരം കളിയല്ല, നമസ്കാരം തമാശയല്ല. ഒരാള് നിസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒന്നുകിൽ അവന് സ്വർഗത്തിലാ, അല്ലെങ്കിൽ അവൻ നരകത്തിലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു തരുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന, അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ കിട്ടുന്ന രണ്ടാമത്തെ വിഭാഗമാരാ? പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ദുആ, അല്ലാഹുവേ പള്ളിയിലെ ഉസ്താദ് അവിടുന്ന് ഫാത്തിഹ ബോധമല്ലോ, വലല്ലാലീൻ ആമീൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇമാം ഫാത്തിഹ ബോധിക്കഴിയുമ്പോ അവിടെ ആമീൻ പറയുമല്ലോ. നിങ്ങളും പറയണേ, നിങ്ങളും പറയണേ. അല്ലാഹുവിന്റെ മലക്കുകളും ആമീൻ പറയുന്നുണ്ട്. ആ മലക്കുകളുടെ ആമീനുമായിട്ട് നിന്റെ ആമീൻ യോജിച്ചാൽ നീ രക്ഷപ്പെട്ടു വാപ്പാ, നീ രക്ഷപ്പെട്ട് ചെറുപ്പക്കാരാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ വിടന്ന് പറയുകയാണ്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലല്ലാലീൻ. പടച്ചവനെ, ഇമാമിന്റെ ആമീൻ, ഇമാം ഫാത്തിഹ മോദിയിട്ട് ആമീൻ പറയുമ്പോ നിങ്ങളും ആമീൻ പറയണേ. ആമീൻ പറയുന്നവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് മൂന്നാമതായി പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ മലക്കുകളുടെ ദുആ കിട്ടുന്ന മൂന്നാമത്തെ മനുഷ്യനാരാ? നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ, നിസ്കരിക്കാത്തവരാരുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോടല്ലേ, എഴുന്നേറ്റ് പോടല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, നമസ്കാരം കഴിഞ്ഞാ നിങ്ങൾ എഴുന്നേറ്റ് ഓടരുത്, മുസല്ലയിലിരിക്കണേ. ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾക്കും ഇരുന്നുകൂടെ? ആ നിസ്കാര പായിൽ നമസ്കരിച്ച സ്ഥലത്ത് ഒരു 5 മിനിറ്റ് നിങ്ങൾക്കും ഇരുന്നുകൂടെ? നിങ്ങൾക്കും ദിക്ർ പറഞ്ഞുകൂടെ? സുബ്ഹാനല്ലാഹ് പറഞ്ഞുകൂടെ? അൽഹംദുലില്ലാഹ് പറഞ്ഞുകൂടെ? അല്ലാഹു അക്ബർ പറഞ്ഞുകൂടെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൂടെ? അത് കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യുമല്ലോ. ആ ദുആ ചെയ്ത് സലാം പറഞ്ഞു എല്ലാവരും അവിടുന്ന് ദുആ ചെയ്തു, സലാത്ത് പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, എഴുന്നേറ്റ് ഓടല്ലേ. ഏതെങ്കിലും ഒരു മനുഷ്യൻ നമസ്കാരപ്പായില് നിസ്കാരം കഴിഞ്ഞിരുന്നാൽ അവന് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകള് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ, ആ മുസല്ലയിൽ നിന്ന് എഴുന്നേക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി അല്ലാഹുമ്മ ഗഫിർ ലഹു, അല്ലാഹുമ്മ ഇർഹംഹു, ഇവന് പുറത്തു കൊടുക്കണേ അല്ലാ, ഈ പെണ്ണിനോട് കരുണ കാണിക്കണേ അല്ലാ എന്നും മലക്കുകൾ ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിസ്കരിച്ച മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. നിസ്കാരം കഴിഞ്ഞ് അതേ മുസല്ലയിൽ തന്നെ ഒരല്പനേരം ഇരിക്കണം. ആരാപ്പ ഇരിക്കുക? ഇവിടെ ഈ ആമീൻ പറയാ ഇരിക്കണില്ല, ഓട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉസ്താദ് സുബ്ഹാനല്ലാഹ് പറയുമ്പോ വെളിയിൽ നിന്നിട്ട് ഓടുന്നവനാ. ആരാപ്പ ഇരിക്കണ പള്ളിക്കകത്ത്? ഓടുക. എൻ്റെ പൊന്നാര സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിയ എഴുന്നേറ്റ് തൂണു പിടിക്കും. ഒന്നാമത്തെ സഫിൽ നിന്ന് നിസ്കരിക്കുന്ന വാപ്പയും സലാം വീട്ടിക്കഴിഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഏതെങ്കിലും പരുവുള്ള സ്ഥലത്ത് പോയിട്ട് അങ്ങോട്ട് കാല് നീട്ടിയിട്ടിട്ട് ഇരുത്തവാ. എടാ ചങ്ങാതി, അവിടെ തന്നെ ഇരിക്ക്. നിസ്കാരം കഴിഞ്ഞാൽ നീ പഠിച്ചിട്ടില്ലേ? നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാഹ് പറയണ്ടേ, സുബ്ഹാനല്ലാഹ് പറയണ്ടേ, അൽഹംദുലില്ലാഹ് പറയണ്ടേ, അല്ലാഹു അക്ബർ പറയണ്ടേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണ്ടേ, റബ്ബിനോട് ദുആ ചെയ്യണ്ടേ. ഇതെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ഒരു 5 മിനിറ്റ് അവിടെ ഇരി. ആരിയ്ക്കുന്നു സഹോദര? ഓട്ടമാ, തെറുതി, ഓടണം, കച്ചവടത്തിന് പോകണം, അതിന് പോകണം, ഇതിന് പോകണം, ഓട്ടം. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, നമ്മുടെ മുൻഗാമികൾ, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ മുസല്ലയിൽ വന്നിരിക്കുമായിരുന്നു. പണ്ടുള്ളവരങ്ങനെ ജീവിതത്തിൽ വിഷമവും ദുഃഖവും സാമ്പത്തിക നഷ്ടവും പ്രയാസവും വരുമ്പോൾ പള്ളിക്കകത്ത് വന്നിരുന്ന് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അതിന് പരിഹാരം കാണുമായിരുന്നു. നമ്മളോ കള്ളി ചാപ്പി പോകും, അല്ലെങ്കിൽ റോഡിൻ്റെ ഓരത്തിരുന്നിട്ട് വരിക്കും ഇങ്ങനെ കഞ്ചാവ്. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, നിസ്കാരപ്പായിലിരിക്ക്. ആ നിസ്കാരപ്പായിൽ നീ എത്ര നേരം ഇരിക്കുന്നുണ്ടോ അത്രയും നേരം അള്ളാഹുവിൻ്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. സുബഹിക്കൊക്കെ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ, നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കുന്ന വാപ്പമാരെ കാണാം. നിസ്കരിക്കാൻ പള്ളിയിൽ പോയിട്ട് സുബഹിക്ക് പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരിക്കും. സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം വാങ്ങുന്ന ഉപ്പമാരില്ലേ? മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പണ്ടത്തെ ഉമ്മമാർ നിസ്കാരം മുസല്ലയിൽ നിന്ന് എഴുന്നേക്കില്ല, ഇശാ വരെ അവിടെ ഇരിക്കും. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ യാസീൻ ഓതണം, വാക്യ ഓതണം, സജദ ഓതണം, മുൽക്കോതണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് കാര്യങ്ങൾ ഓതി ഇശാ വരെ നിസ്കാരപ്പായിലിരിക്കുമായിരുന്നു പണ്ടത്തെ ഉമ്മമാർ. ഇപ്പം ടി വിയുടെ ഫ്രണ്ടില. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ, അള്ളാഹുവിൻ്റെ മലക്കുകളുടെ ദുആയ നമുക്ക് കിട്ടുന്നത്. ഒരിക്കലും നമ്മളത് മറന്നു പോകരുത്. മലക്കുകളുടെ ദുആ കിട്ടുന്ന 3ാമത്തെ വിഭാഗം നിസ്കാരപ്പായിലിരിക്കുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഇരിക്കുക. കൂടുതലൊന്നും ഇരിക്കണമെന്ന് ഞാൻ പറയണില്ല, ഒരല്പനേരമെങ്കിലും ഇരിക്കണം. സമയമുണ്ടെങ്കിൽ എന്തിനാ? അള്ളാഹുവിൻ്റെ മുന്നിലല്ലേ, അള്ളാഹിൻ്റെ പള്ളിക്കകത്തല്ലേ. നബൈത്തുൽ ഇഅ്തികാഫ് ബിഹാദൽ മസ്ജിദ്, പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ ഇഅ്തികാഫിൻ്റെ നിയ്യത്ത് ചെയ്തുകൊണ്ട് കയറണമെന്നല്ലേ. അതുകൊണ്ട് നിസ്കാരപ്പായിലിരിക്ക്. നീ എഴുന്നേക്കുന്നത് വരെ മലക്കുകൾ ദുആ ചെയ്യും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ബിസ്ക്കറ്റ് തിന്നുന്നതിൻ്റെ ഇടയിൽ മറന്നു പോകരുത് കാര്യങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, 4ാമത്തെ കാര്യം ഇൻഷാ അല്ലാഹ്, എനിക്കറിയാം 9:45 ഇൻഷാ അല്ലാഹ് ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മറന്നു പോകരുത്. 4ാമത്തെ കാര്യം എന്താ? ഇന്നിവിടെ നിന്ന് വഅദ് കഴിഞ്ഞ് പിരിഞ്ഞു പോവുകയാണ്. ഇന്ന് വഅദ് കഴിഞ്ഞ് ഇവിടെ നിന്ന് സലാം പറഞ്ഞു ദുആ ചെയ്ത് പിരിയുകയാണ്. എല്ലാവരും വീട്ടിലേക്ക് കടന്നു ചെന്നു. എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞു. എന്നിട്ട് റബ്ബേ, കിടന്നുറങ്ങാൻ പോകുകയാണ്. കിടപ്പറയിലേക്ക് പോകുകയാണ്, കിടക്കയിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഒന്ന് ഒളിവെടുക്കണേ വാപ്പാ. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒന്ന് ഒളിവെടുക്കണേ മോള്. ഒളിവെടുത്തിട്ടേ നിങ്ങൾ കിടന്നുറങ്ങാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഒളിവെടുത്തിട്ട് കിടന്നുറങ്ങിയാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മൻ ബാത താഗിറുൻ ബാത ഫീ ശിആരിഹി മലകുൻ ലാ യസ്തൈഖിളു സഅതൻ മിനൽ ലൈൽ. നീ അതാ വുളുവെടുത്തിട്ട് കിടന്നുറങ്ങുമ്പോ തലയുടെ ഭാഗത്തൊരു മലക്ക് വരികയാ. എന്നിട്ട് നീ ഉറങ്ങുമ്പോ നിന്റെ തലയുടെ ഭാഗത്ത് നിന്ന് മലക്ക് ദുആ ചെയ്യുന്നു. അല്ലാഹ്
ഇബാദത്തിന്റെ കൂലി കൊടുക്കണേ അല്ലാ. ഇവന്റെ ഉറക്കം നീ ഇബാദത്താക്കണേ അല്ലാ. ഈ മനുഷ്യൻ തന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. നീ കരുണ കാണിക്കണേ അല്ലാ. ഉതുപെടുത്തിട്ട് കിടന്നുറങ്ങുന്നവന് വേണ്ടി അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് മുത്തുനബി അവിടെന്ന് പഠിപ്പിക്കുമ്പോ ആരാ വുളൂ ചെയ്യുന്നത്? ആരാണ് വുളൂ ചെയ്യുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, സിനിമ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, സീരിയൽ കണ്ടുകൊണ്ടുറങ്ങുന്നവരുണ്ടല്ലോ, വാട്സപ്പിലും യൂട്യൂബിലും കയറിയിരുന്നിട്ട് ഉറങ്ങുന്നവരുണ്ടല്ലോ, ചെവിക്കകത്ത് പാട്ട് വെച്ചുകൊണ്ട് കിടന്നുറങ്ങുന്നവരുണ്ടല്ലോ. ആരാ വുളുവെടുക്കുന്നത്? എന്തുകൊണ്ടാ നീ ഉറക്കത്തെ കുറിച്ച് ചിന്തിക്കാത്തത്? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞല്ലോ, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാ. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്ക്, ഉറക്കമെന്ന് പറഞ്ഞാ മരണമാണ് വാപ്പാ. നീ രാവിലെ ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ പറയുമല്ലോ അൽഹംദുലില്ലാഹ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യമായിട്ട് പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹ്. എന്തിനാ അല്ലാഹനെ സ്തുതിക്കുന്നതെന്നറിയുമോ? അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ, അല്ലാഹുവേ, മരിച്ചു കിടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള അവകാശം തന്നല്ലോ, ഒരു ദിവസം കൂടെ നന്മ ചെയ്യാനുള്ള ആയുസ് തന്നല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. പടച്ചവനെ, നിന്നെ ഞാൻ സ്തുതിക്കുകയാ. ദുആ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഉളുവെടുക്കാതെ ഉറങ്ങല്ല്, ഉളുവെടുക്കാതെ ഉറങ്ങല്ല്. അത് മരണമാടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, മരണമാണ് പൊന്നുമോള്. ഉറക്കം നിന്റെ ജീവിതത്തിൽ അവസാനത്തെ ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാനാണ്? ഇതുപോലെ ഉറങ്ങാൻ കിടന്ന് നിന്റെ വാപ്പ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ ഉമ്മ എഴുന്നേറ്റില്ലല്ലോ, നിന്റെ കുടുംബക്കാര് പലരും എഴുന്നേറ്റില്ലല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഉളുവെടുക്കാതെ കിടന്നുറങ്ങരുത്. ഉളുവെടുത്തിട്ട് കിടന്നുറങ്ങുന്ന രാത്രിയിലെങ്ങാടും നീ മരണപ്പെട്ടാൽ നീ എത്ര വലിയ ഭാഗ്യവാനാ, നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനാ. ഉളുവെടുത്തിട്ടേ മരിക്കാവൂ, ഉളുവോടുകൂടിയേ മരിക്കാവൂ. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉളുവോടുകൂടി മരിച്ചാൽ അവൻ ആരെന്നറിയുമോ? അവന്റെ മരണം എങ്ങനെയെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, നീ എത്ര വലിയ ഭാഗ്യവാനാണ്, നീ എത്ര വലിയ ഭാഗ്യവാനാണ്. ഉളുവെടുത്തിട്ട് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നവന് നീ എത്ര വലിയ ഭാഗ്യവാനാരെന്നറിയോ? നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി മലക്കുൽ മൗത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും നിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അവര് മാത്രമല്ല പിന്നെ ഒരാള് കൂടെ വരികയാ. പടച്ചറപ്പേ, ഒന്നുവോടുകൂടി മരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന്റെ റൂഹ് പിടിക്കുമ്പോ ഒരാളെ കാണാനുള്ള ഭാഗ്യമാ. ആരെയും നിറിയുവോ? ഒന്നുവോടു കൂടി മരിക്കലേറ്റം മെച്ചമാ. ജിബ്രീൽ വരുമെന്നും ഹദീസിൽ സ്പഷ്ടമാ. അല്ലാഹുവേ, ലോകത്ത് കിടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, ഈ പ്രവാചകന്മാർക്ക് വഹിയുമായി ഇറങ്ങി വന്ന മലക്കല്ല് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ചോദിക്കുന്നു, ജിബ്രീലേ, എനിക്ക് നിന്റെ രൂപമൊന്ന് കാണണം ജിബ്രീൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ജിബ്രീൽ അലൈഹിസ്സലാം തന്റെ ചിറകം ഉയർത്തുമ്പോ ഈ ആകാശഭൂമി മുഴുവനും അടഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ
മുത്തുനബിയുടെ കൂട്ടുകാരനായ അല്ലാഹുവിന്റെ റസൂലിന് താങ്ങും തണലുമായി നിന്ന അതാ ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനെ നിനക്ക് കാണണ്ടേ? ഏതെങ്കിലും ഒരു മനുഷ്യന് വുളുവോട് കൂടിയാണ് മരിക്കുന്നതെങ്കിൽ അവന്റെ മരണ സമയത്ത് കാണാ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാനുള്ള ഭാഗ്യമാണ്. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുകളുടെ നേതാവുണ്ടല്ലോ, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാർക്ക് വഹിയിന്റെ ദുനിയമായി ഇറങ്ങി വന്ന അതാ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ മരിക്കാനുള്ള ഭാഗ്യമോ. അതിനാ മരണമെന്ന് പറയുന്നത്, അതിനാണ് മരണമെന്ന് പറയുന്നത്. അങ്ങനെയാണടാ മരിക്കേണ്ടത്. അത് യൂട്യൂബിൽ കിടന്ന് സെക്സി വീഡിയോ കണ്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന നിനക്കതിനുള്ള ഭാഗ്യമില്ല. ഒന്നുമില്ലാതെ കിടന്നുറങ്ങുന്ന പെങ്ങള്, ലിക്കില്ലാതെ പോയി കിടന്നുറങ്ങുന്ന വാപ്പാ, ഇത് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നീ അവസാനമായി ചെയ്തതെന്താ എന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നാളെ പരലോകത്തെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം നീ അവസാനമായി ചെയ്തതും ചെയ്തുകൊണ്ടല്ലേ കിടന്നു വരുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറയുകയാണ്, ഉളുവെടുത്തിട്ട് കിടക്കട്, ഉളുവെടുത്തിട്ട് കിടക്കട്. മൻ ബാത താഹിറുൻ ബാത ഫീ സിആരിഹി മലകുൻ ലാ യസ്തൈഖിദു സഅതൻ മിനൽ ലൈൽ അല്ലാഹുമ്മ ഗഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. മലക്ക് നീ എഴുന്നേൽക്കുന്നത് വരെ നിനക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ